മോസ്കോയിലെ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ യുക്രൈൻ നടത്തിയ അപ്രതീക്ഷിതവും ശക്തവുമായ ഡ്രോൺ ആക്രമണം റഷ്യ-യുക്രൈൻ യുദ്ധത്തെ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. യുദ്ധമുഖത്ത് റഷ്യയ്ക്ക് ചില ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നേരിട്ട ഈ ആഘാതം ക്രെംലിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഇതിന്റെ പ്രതികരണം എന്നോണം ലോകത്തെ മുഴുവൻ നടക്കുന്ന ആണവാക്രമണ മുന്നറിയിപ്പുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് രംഗത്തെത്തിയതോടെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ സുരക്ഷാ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങിയില്ലെങ്കിൽ വിനാശകരമായ ആണവായുധം ഉണ്ടാകുമെന്ന ക്രെംലിന്റെ പുതിയ മുന്നറിയിപ്പ് ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ ഉലയ്ക്കുന്ന ഒന്നാണ്. വ്യാഴാഴ്ച മോസ്കോ ലക്ഷ്യമാക്കി യുക്രൈൻ നടത്തിയ വൻ ഡ്രോൺ ആക്രമണം റഷ്യൻ തലസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കി. ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാം തവണയാണ് മോസ്കോയിലെ പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇത് സമീപകാലത്ത് മോസ്കോ നേരിട്ട ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു. വ്യവസായശാലയിലേക്ക് ഡ്രോൺ പതിക്കുന്നതിന്റെയും അതിനെ തുടർന്ന് കൂറ്റൻ തീഗോളങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നതിന്റെയും ദൃശ്യങ്ങൾ ആഗോള മാധ്യമങ്ങളിൽ പ്രചരിച്ചു കഴിഞ്ഞു. ആക്രമണത്തെ തുടർന്ന് റഷ്യൻ തലസ്ഥാനം കറുത്ത വിഷപ്പുകയിൽ മുങ്ങി. നഗരത്തിൽ കറുത്ത മഴ പെയ്തതായി പ്രദേശവാസികൾ പരാതിപ്പെട്ടെങ്കിലും റഷ്യൻ അധികൃതർ ഇത് ഔദ്യോഗികമായി നിഷേധിച്ചു. റഷ്യയുടെ സാമ്പത്തിക സൈനിക നട്ടലായ ഇന്ധന സ്രോതസ്സുകളെ ലക്ഷ്യമിട്ടുള്ള യുക്രൈന്റെ തന്ത്രം റഷ്യയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സൈനിക മേധാവിത്വമുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും സ്വന്തം തലസ്ഥാന നഗരിക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യയ്ക്ക് കഴിയുന്നില്ല എന്ന ചോദ്യം ഇതോടെ ശക്തമായി. മോസ്കോ എണ്ണ ശുദ്ധീകരണശാലയിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് കടുത്ത പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് കടുത്ത ഭാഷയിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ തിരിഞ്ഞു. പാശ്ചാത്യ ശക്തികളിൽ നിന്ന് റഷ്യ നേരിടുന്നത് അത്ഭുതപൂർവമായ സുരക്ഷാ ഭീഷണിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഫിൻലൻഡിനെയും സ്വീഡനെയും ഉൾപ്പെടുത്തി നാറ്റോ സഖ്യം ഇതിനോടകം തന്നെ റഷ്യൻ അതിർത്തികളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞുവെന്ന് ലാവ്റോവ് ചൂണ്ടിക്കാട്ടി. റഷ്യയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലേക്ക് കടന്നുകയറാനും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുമാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. യുക്രൈനെയും മാൾഡോവയും തങ്ങളുടെ ഭാഗമാക്കാനും അർമേനിയയെ പൂർണ്ണമായും തങ്ങളുടെ സ്വാധീന വലയത്തിലാക്കാനും പാശ്ചാത്യ ശക്തികൾക്ക് വിപുലീകരണ മോഹമുണ്ടെന്നാണ് റഷ്യയുടെ ആക്ഷേപം. റഷ്യക്കെതിരെ ഭാവി യൂറോപ്യൻ സൈനിക ശക്തിയുടെ പ്രഹരമുനയായി യുക്രൈനെ മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. നിലവിലെ സംഘർഷാവസ്ഥ നിയന്ത്രണാതീതമായി മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ടെന്നാണ് റഷ്യയുടെ വിലയിരുത്തൽ. നാറ്റോ സഖ്യവും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ കാര്യങ്ങളെ ദ്രുതഗതിയിൽ ആണവാക്രമണത്തിലേക്ക് നയിക്കുമെന്നും അത് ഭൂമുഖത്ത് സമാനതകളില്ലാത്ത വിനാശകരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ലാവ്റോവ് കൂട്ടിച്ചേർത്തു. സുരക്ഷാ കാര്യങ്ങളിൽ റഷ്യ ചർച്ചകൾക്ക് തയ്യാറാണെങ്കിലും അത് വ്ളാഡിമിർ പുടിന്റെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാശ്ചാത്യ രാജ്യങ്ങളുടെ അന്ത്യശാസനങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും റഷ്യ തയ്യാറല്ല. യുക്രൈന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ വ്യോമാക്രമണത്തെ ഒരു ഭീകരാക്രമണമായാണ് റഷ്യ കണക്കാക്കുന്നത്. ഇതിന് മറുപടിയായി യുക്രൈന്റെ യുദ്ധസന്നദ്ധയും സാമ്പത്തിക ശേഷിയും പൂർണ്ണമായി തകർക്കുന്ന തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾക്ക് നേരെ ഇനി മുതൽ പതിവായി വൻതോതിലുള്ള കൂട്ടാക്രമണങ്ങൾ നടത്താൻ റഷ്യൻ സൈന്യത്തിന് വ്ളാഡിമിർ പുടിൻ നേരിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധമുഖത്ത് ചിലയിടങ്ങളിൽ തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിൽ വ്യോമാക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ച് യുക്രൈനെ പൂർണ്ണമായും കീഴടക്കാനാണ് ക്രെംലിൻ ഇപ്പോൾ തിടുക്കം കൂട്ടുന്നത്. യുദ്ധം നീണ്ടുപോകുന്നതിലും മോസ്കോയ്ക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളിലും പ്രകോപിതരായ റഷ്യൻ അനുകൂല തീവ്ര ദേശീയവാദികൾ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നേരെ ആണവായുധം പ്രയോഗിക്കാൻ പുടിനോട് പരസ്യമായി ആവശ്യപ്പെടുന്നുണ്ട്. റഷ്യയിലെ പ്രമുഖ ചിന്താകരും സൈനിക ഉദ്യോഗസ്ഥരും വ്യവസായികളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ തീവ്രദേശവാദികളുടെ നിലപാടുകൾ റഷ്യൻ ഭരണകൂടത്തെ കൂടുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പ്രത്യേകിച്ച് സെർജി കരാഗോവിനെ പോലുള്ള തന്ത്രജ്ഞരുടെ വാക്കുകൾ ക്രെംലിൻ ഗൗരവമായി കാണാറുമുണ്ട്. റഷ്യയുടെ ആണവ ഭീഷണി കേവലം ഒരു വാചക കസർത്തായി തള്ളിക്കളയാൻ അന്താരാഷ്ട്ര സമൂഹത്തിനും കഴിയില്ല. കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന ആണവ യുദ്ധത്തിലേക്ക് വഴിമാറാം. മോസ്കോയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയുള്ള ആക്രമണം ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാൻ കാരണമാകും. ഇത് വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്ക് ഇരുവിഭാഗങ്ങളെയും ചർച്ചകളുടെ മേശപ്പുറത്ത് എത്തിക്കാൻ കഴിയാത്തത് ആഗോള നയതന്ത്രത്തിന്റെ പരാജയമായി വിലയിരുത്തപ്പെടുന്നു. റഷ്യ പ്രതികാരാക്രമണങ്ങൾ കടുപ്പിക്കുന്നതോടെ യുക്രൈനിലെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകും. ലക്ഷക്കണക്കിന് ആളുകൾ വീണ്ടും അഭയാർത്ഥികളാകാൻ ഇത് കാരണമാകും.
മോസ്കോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ ആക്രമണവും അതിനെ തുടർന്നുണ്ടായ റഷ്യയുടെ കടുത്ത ആണവ മുന്നറിയിപ്പും വ്യക്തമാക്കുന്നത് ഈ യുദ്ധം ഇനി കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമല്ല എന്നാണ്. ഇത് റഷ്യയും പാശ്ചാത്യ ലോകവും തമ്മിലുള്ള നേരിട്ടുള്ള ആധിപത്യ പോരാട്ടമായി മാറിക്കഴിഞ്ഞു. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത റഷ്യൻ നിലപാടും യുക്രൈൻ ആയുധങ്ങൾ നൽകി പിന്തുണയ്ക്കുന്ന നാറ്റോ സഖ്യത്തിന്റെ നയവും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. വിനാശകരമായ ഒരു ആണവായുധത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാൻ ലോകശക്തികൾ അടിയന്തരമായി ഇടപെടുകയും നിബന്ധനകളില്ലാത്ത ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അല്ലാത്തപക്ഷം മനുഷ്യരാശി ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വൻ ദുരന്തത്തിലേക്കായിരിക്കും ഈ സംഘർഷം വഴി തുറക്കുക.